അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മദീനയിൽ വെച്ച് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പരിശുദ്ധമായ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദത്തിൽ ചെന്നുകൊണ്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ഒരു ദിവസം മദീന സിയാറത്തെല്ലാം കഴിഞ്ഞ് പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുൻ നബവിയിൽ നിന്ന് ഇറങ്ങി താമസ സ്ഥലത്തേക്ക് വന്നു. ഇശാ നിസ്കാരത്തിന് ശേഷമാണ് തിരിച്ചു പോരുന്നത്. അങ്ങനെ ഇശാ നിസ്കാരത്തിന് ശേഷം വന്ന് റൂമിലെല്ലാം വന്ന് ഡ്രസ്സൊക്കെ മാറി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം എൻ്റെ മനസ്സിലൊരു തോന്നൽ, എന്തുകൊണ്ട് ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുന്ന അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ റൗദാ ശരീഫുള്ള ആ പരിശുദ്ധ മസ്ജിദിൽ എനിക്കൊരു ദിവസം കിടന്നുറങ്ങിക്കൂടാ? അവിടെ പോയി ഒരു ദിവസം കിടന്നുറങ്ങിയാൽ എന്തു വരും? അതൊരു വലിയ നിഅമത്തല്ലേ, വലിയൊരു പോരിശയല്ലേ എന്നെനിക്ക് തോന്നി. അൽഹംദുലില്ലാ, ഞാൻ ഈ വിചാരത്തോടു കൂടെ, ഈ ഉദ്ദേശത്തോടു കൂടെ വീണ്ടും ഡ്രസ്സെല്ലാം മാറി റൂമിൽ നിന്നിറങ്ങി ഞാൻ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലേക്ക് നടന്നു. മസ്ജിദുൻ നബവിയിലേക്ക് നടന്നുകൊണ്ടിരിക്കെ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരുപാട് സ്വഹാബികൾ, ഒരുപാട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളൊക്കെ വിശ്രമിക്കുന്ന ആ പരിശുദ്ധമായ മദീന മുനവ്വറയുടെ സമീപത്ത്, അവിടെ എവിടെയെങ്കിലും ആ മസ്ജിദ് നബവിയുടെ ഒരു ഓരത്ത് ഒന്ന് ഉറങ്ങാമല്ലോ എന്ന സന്തോഷത്തിൽ ഞാനിങ്ങനെ നടന്നു പോകും. അങ്ങനെ നടന്നു ചെന്ന് ഞാനൊരു വാതിലിലൂടെ പരിശുദ്ധ മസ്ജിദ് നബവിയിലേക്ക് കയറി. മസ്ജിദ് നബവിയുടെ ഉള്ളിൽ കയറി ഒരു മൂലയിൽ കിടക്കാമെന്ന് കരുതി അങ്ങനെ ഒരു 2-3 മിനിറ്റോളം മാത്രം കിടന്നപ്പോഴത്തേക്കും അവിടെ ക്ലീനിങ് ചെയ്യുന്ന അവിടുത്തെ ആളുകൾ വന്നുകൊണ്ട് അവിടെ കിടക്കുന്ന എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി. ഞാനും അങ്ങോട്ട് മാറി. പിന്നെയും കുറച്ചു നേരം അവിടെ കിടന്നപ്പോൾ ആ ഭാഗത്തേക്ക് വീണ്ടും ക്ലീൻ ചെയ്യുന്ന ആളുകൾ വന്നു. അവിടെ നിന്നും മാറേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ അന്ന് അവിടെ എനിക്ക് കിടന്നുറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ തിരിച്ച് ഒരു 12-12:30 മണിയാകുമ്പോൾ തിരിച്ചവിടെ നിന്ന് റൂമിലേക്ക് തന്നെ പോരുകയാണ്. അവിടെ ഉറങ്ങാൻ പറ്റുകയില്ല എന്നെനിക്ക് മനസ്സിലായി. കാരണം 24 മണിക്കൂർ എന്ന് പറയും പോലെ അവിടെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുക, അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് അവിടെ കിടന്നുറങ്ങാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ എണീറ്റ് റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റൂമിലേക്ക് വരുമ്പോൾ എൻ്റെ റൂമിൻ്റെ താഴെ നിലയിലെത്തിയപ്പോൾ ഒരു സഹോദരി അവിടെ ഇരുന്നു കൊണ്ടിങ്ങനെ വളരെയധികം ബേജാറായിക്കൊണ്ട് കരയുകയാണ്. എൻ്റെ ഉമ്മയേക്കാളും പ്രായമുണ്ടാവും. ആ സഹോദരി എന്നോട് പറഞ്ഞു, ഉസ്താദേ, എനിക്കെൻ്റെ റൂം എവിടെയാണെന്നറിയില്ല, എൻ്റെ ബിൽഡിംഗ് ഏതാണെന്നറിയില്ല, എനിക്ക് ഇതൊന്ന് പറഞ്ഞു തരണം, എനിക്കൊന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ പോലെ ഒരു മകനുണ്ട്, എനിക്ക് ഒരു സഖാഫിയാണ് എൻ്റെ മകന്, എനിക്കൊരു മകനുണ്ട്. അതുകൊണ്ട് എനിക്കെൻ്റെ റൂമൊന്ന് പറഞ്ഞു തരണം, കാണിച്ചു തരണം. അതിൽ ഞാൻ ഉടനെ ആ സഹോദരിയുടെ ടാഗിൽ നോക്കി, അവരുടെ നമ്പർ നോക്കി, അവരുടെ അമീറിൻ്റെ നമ്പറിലേക്ക് ഫോൺ ചെയ്തു. അപ്പോൾ അമീർ ഫോൺ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, 2-3-4 മണിക്കൂറായി ഞാൻ ആ സഹോദരിയെ തിരഞ്ഞു നടക്കുകയാണ്. ഇതുവരെ എനിക്ക് ആ സഹോദരിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല, എവിടെയാണെന്നറിയില്ല. അതുകൊണ്ട് നിങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന ബിൽഡിങ്ങിൽ ഇന്ന റൂമിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കണേ എന്നെന്നോടൊരു അഭ്യർത്ഥന. ഇൻഷാ അല്ലാഹ് ആ സഹോദരിയെ ഞാൻ ആ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു, ബിൽഡിംഗ് കാണിച്ചു കൊടുത്തു. ആ സഹോദരി അങ്ങോട്ട് പോയി. അൽഹംദുലില്ലാ, അന്ന് എനിക്ക് അത് വലിയൊരു ഉപകാരമായി കൊണ്ട് തോന്നി. അങ്ങനെ എത്രയെത്ര സഹോദരിമാരും സഹോദരന്മാരുമാണ് അവിടേക്ക് വഴിതെറ്റുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നന്മ ചെയ്യാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ ഹറമിലേക്ക് വീണ്ടും വീണ്ടും ചെല്ലുവാനും
അവിടുത്തെ പോലീസുകൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാനും നമുക്കെല്ലാം അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ അനുഭവം പങ്കുവെക്കൽ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും ഞാൻ മറ്റൊരു വീഡിയോയിൽ വരാം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.